തൃശ്ശൂരിലാണെങ്കിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണു. എരുമപ്പെട്ടിയിൽ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. കാഞ്ഞിരക്കോട് സ്വദേശി കൃഷ്ണറാവുവിന്റെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാളയിൽ കിണറിടിഞ്ഞും അപകടമുണ്ടായി. ലെവിൻ കെ വിജയൻ ചേർന്നു. ലെവിൻ, തൃശ്ശൂരിൽ ഈ പറഞ്ഞ രണ്ടിടത്താണോ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്? ആർക്കും വലിയ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്തയാണുള്ളത്, അല്ലേ? സനീഷ്, അങ്ങനെ തന്നെയാണ്. മഴ ശക്തമാണെങ്കിലും ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കാലവർഷക്കെടുതികൾ ആരംഭിച്ച് 2 മരണങ്ങൾ ജില്ലയിൽ ഉണ്ടായി. പക്ഷേ ഇതുവരെ പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണും മറ്റും അപകടങ്ങൾ ഉണ്ടായെങ്കിലും മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം കൂടിയായ സതീഷിൻ്റെ വീട്ടിലേക്ക് തെങ്ങ് കടപുഴകി വീണ് അപകടമുണ്ടാകുന്നത്. ഈ സമയത്ത് സതീഷും കുടുംബവും അടക്കം ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. സതീഷ്, അച്ഛൻ കൃഷ്ണറാവു, മക്കൾ, ഭാര്യ തുടങ്ങിയ ആളുകൾ ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിലും അപകടം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെങ്ങ് കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിൻ്റെ പിറകുവശത്തേക്കാണ് മരം വീണത്. ഈ പിറകുവശത്ത് മരം വീണ ഭാഗം പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ മരം കടപുഴകി വീണ് ഇത്തരം പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീടുകൾക്കും മറ്റും കേടുപാടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാള പുത്തഞ്ചിറയിലും ഇത്തരത്തിൽ മഴക്കെടുതിയെ തുടർന്ന് ഒരു കിണർ ഇടിഞ്ഞു താണു പോവുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ബിന്ദു എന്ന് പറയുന്ന പുത്തഞ്ചിറ സ്വദേശിയുടെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താന്ന് നശിച്ച് പോയത്. ഏതായാലും മഴക്കെടുതിയെ സംബന്ധിച്ചുകൊണ്ട്, ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ആശങ്കയുള്ള ഒട്ടേറെ സന്ദർഭങ്ങൾ ജില്ലയിൽ പല സ്ഥലങ്ങളിലായുണ്ട്. മിന്നൽ പ്രളയത്തിനും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും അടക്കം സാധ്യത നിലനിൽക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാത 66-ൽ നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലായി അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നും മഴക്കാല മുന്നൊരുക്കങ്ങൾ നടത്താത്തതിനെ തുടർന്നും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലായുണ്ട്. ഇത് ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ യാത്രാ തടസ്സം ഉണ്ടാക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നതിന് കാരണമാകുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കൂടി ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ട്. ഏതായാലും 2 ദിവസമായി ശക്തമായ മഴയായിരുന്നെങ്കിലും ഇന്നലെ രാത്രി മുതൽ ഒരു നേരിയ കുറവ് മഴയ്ക്കുണ്ടായത് ആശ്വാസകരമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട്. സനീഷ്, ശരി, നന്ദി ലെവിൻ. വിവരങ്ങൾക്ക് എന്തായാലും ആളുകൾക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നുള്ള ആശ്വാസകരമായുള്ള വാർത്തകൾ അവിടെ നിന്നുണ്ട്.